പാറശാല ഷാരോൺ വധക്കേസ് പ്രതി ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ വിധിച്ച ജഡ്ജി എം ബഷീറിന്റെ കട്ടൌട്ടിൽ പാലഭിഷേകം നടത്താൻ ഒരുങ്ങുകയാണ് പുരുഷ സംഘടനയായ ഓൾ കേരള മെൻസ് അസോസിയേഷൻ. ജനുവരി 22 നാളെ രാവിലെ 11:30-ക്കാണ് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ വെച്ച് ആഹ്ലാദ പ്രകടനം ഇവർ നടത്തുക. അതുമാത്രമല്ല, ഇതിന് ഉദ്ഘാടനം ചെയ്യുന്നത് രാഹുൽ ഈശ്വരായിരിക്കും എന്ന വിവരങ്ങളും പുറത്തുവരികയാണ്. പാലഭിഷേകം നടത്തിയും പടക്കം പൊട്ടിച്ചുമാണ് അസോസിയേഷൻ ഇത്തവണ ആഘോഷം കൊണ്ടാടുക. അതേസമയം ഈ പുരുഷ സംഘടനയെ നമ്മൾ അറിയും. സ്ത്രീകൾക്കെതിരെയുള്ള എല്ലാ പോരാട്ടങ്ങൾക്കും മുന്നിൽ നിൽക്കുന്ന ഒരു സംഘടനയാണ് ഓൾ കേരള മെൻസ് അസോസിയേഷൻ. ഈ സംഘടനയാണ് നാളെ പാലഭിഷേകം നടത്താൻ ഒരുങ്ങുന്നത്. അതേസമയം പാറശാല സ്വദേശി ഷാരോണിനെ കൊലപ്പെടുത്താൻ ഗ്രീഷ്മ നടത്തിയത് അന്വേഷണ സംഘത്തെ പോലും ഞെട്ടിക്കുന്ന ആസൂത്രണം എന്ന വിവരങ്ങളാണ് പുറത്തുവന്നത്. പട്ടാളക്കാരനുമായുള്ള വിവാഹബന്ധം ഉറപ്പായതോടെയാണ് തന്നെ ജീവന് തുല്യം സ്നേഹിച്ച ഷാരോണിനെ ഒഴിവാക്കാൻ 10 മാസത്തോളം നീണ്ട ആസൂത്രണം ഗ്രീഷ്മ നടത്തിയത്. 2022 ഓഗസ്റ്റിൽ അമിത അളവിൽ ഗുളികകൾ കലർത്തി ജ്യൂസ് ചലഞ്ച് നടത്തി. അന്ന് ഇത് ഷാരോണിനെ കുടിപ്പിക്കാൻ ഗ്രീഷ്മ ശ്രമിച്ചിരുന്നു എന്നാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ പറഞ്ഞത്. എന്നാൽ ഈ ജ്യൂസിലെ കയ്പ് കാരണം ഷാരോൺ അത് തുപ്പിക്കളഞ്ഞു. ഈ സംഭവം നടന്നതിന്റെ അന്ന് രാവിലെയും അമിത അളവിൽ ഗുളികകൾ മനുഷ്യ ശരീരത്തിൽ കടന്നാലുള്ള ആഘാതങ്ങളെക്കുറിച്ച് ഗ്രീഷ്മ ഇന്റർനെറ്റിൽ തിരഞ്ഞിരുന്നു. ഷാരോണിന് വിഷം നൽകിയ 2022 ഒക്ടോബർ 14 രാവിലെ 7:30-യോടെയും വിഷത്തിന്റെ പ്രവർത്തന രീതിയെക്കുറിച്ച് ഇന്റർനെറ്റിൽ തിരഞ്ഞു. ഈ ഡിജിറ്റൽ തെളിവുകളായി കോടതി രേഖപ്പെടുത്തുകയും ചെയ്തു. വിഷത്തിന്റെ പ്രവർത്തന രീതി മനസ്സിലാക്കിയിട്ടാണ് അന്ന് രാവിലെ തന്നെ 10:30-യോടെ ഷാരോണിനെ ഈ കഷായം കുടിപ്പിച്ചതെന്ന് തന്നെ പബ്ലിക് പ്രോസിക്യൂട്ടറും വാദിച്ചു. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ 11 ദിവസത്തെ ചികിത്സയാണ് ഷാരോണിന് നൽകിയത്. എന്നിട്ടും ഷാരോണിന്റെ ജീവൻ തിരിച്ചുപിടിക്കാനായില്ല. 15 മില്ലി വിഷം ഉള്ളിൽ ചെന്നാൽ മരണം സുനിശ്ചിതമാണെന്നും മറുമരുന്നില്ലാത്ത വിഷമാണ് ഇതെന്നും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ജനറൽ മെഡിസിൻ ഡോക്ടർ മേധാവി അരുണയും കോടതിയിൽ മൊഴി നൽകി. ഷാരോണിന് മറ്റ് അസുഖങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടറും വ്യക്തമാക്കിയത്. കളനാശിനി ഉള്ളിൽ ചെന്നതാണ് മരണത്തിലേക്ക് നയിച്ചത്. കളനാശിനി ഉള്ളിൽ എത്തിയതോടെ കരൾ, വൃക്ക, ശ്വാസകോശം എന്നിവ തകർന്നു. ആന്തരിക അവയവങ്ങളിൽ നിന്നും രക്തത്തിൽ നിന്നും വിഷാംശം കണ്ടെത്തിയില്ല. വിഷം ഉള്ളിൽ ചെന്നതിന് ശേഷം 24 മണിക്കൂറിനുള്ളിൽ കളനാശിനി വിസർജ്യത്തിലൂടെ പുറന്തള്ളും. ഷാരോണിന് 3 ഡയാലിസ് ചെയ്തിരിക്കുന്നു. ഇത് കാരണം രക്തത്തിൽ കളനാശിയുടെ അംശം ലഭിക്കില്ല എന്ന് തന്നെ ഡോക്ടറും വിശദീകരിച്ചു. ഉള്ളിൽ വിഷം ചെന്നിട്ടുണ്ടെന്ന് ഷാരോണിന്റെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സിച്ച ഡോക്ടർമാർ സഹോദരൻ ഷീമോനോട് പറഞ്ഞിരുന്നു. പിന്നീട് ഷീമോനാണ് ഗ്രീഷ്മയ്ക്കെതിരായ തെളിവുകൾ പോലീസിന് നൽകിയത്. ഗ്രീഷ്മയും ഷാരോണും തമ്മിൽ ജ്യൂസ് ചലഞ്ച് നടത്തിയ വിവരം മൊഴി നൽകിയത് സജിനായിരുന്നു. ഗ്രീഷ്മയുടെ വീട്ടിൽ ഷാരോണിനെ ബൈക്കിൽ കൊണ്ടുവിട്ടുപോയ രജനയും കോടതിയിൽ വിസ്തരിച്ചിരുന്നു. തിരുവനന്തപുരം ഫോറൻസിക് ലാബിൽ ഷാരോണിന്റെയും ഗ്രീഷ്മയുടെയും മൊബൈൽ ഫോണുകളിൽ നിന്ന് ഡിജിറ്റൽ തെളിവുകളടക്കം വീണ്ടെടുത്തു. 142 സാക്ഷികളും 175 രേഖകളും 55 തൊണ്ടിമുതലുകളുമാണ് ഈ കേസിലുള്ളത്. ഈ തെളിവുകളൊക്കെ പുറത്തു വന്നതോടെയാണ് ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ കിട്ടിയത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.